തൃശ്ശൂരിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരു പരിസമാപ്തി എന്നോണമാണ് ബോൺനത്താലെ അരങ്ങേറാറുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തവണയും വളരെയധികം ജനപങ്കാളിത്തം ഇതിലുണ്ട്. 10,000-ത്തിലധികം ക്രിസ്മസ് പാപ്പമാർ ഇന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ചുവടുവെക്കും. ഈ ക്രിസ്മസ് ബോൺനത്താലെ ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ ഒരു ബോൺനത്താലെ സോങ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സോങ്ങിനനുസരിച്ചായിരിക്കും, ആ പാട്ടിനനുസരിച്ചായിരിക്കും എല്ലാവരും തന്നെ ചുവടുവെക്കുക. ഇവിടെ ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വളരെ കുറച്ച് ക്രിസ്മസ് പാപ്പന്മാർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൽ ഒരു ബഹുഭൂരിഭാഗം ആളുകളും ഇതിന് പുറത്ത്, ഈ പരിപാടി നടക്കുന്നതിന് പുറത്ത് ആണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ ശേഷം ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ബോൺനത്താലെ ആരംഭിക്കുകയും ചെയ്യും. പ്രച്ഛന്ന വേഷവും അതുപോലെ തന്നെ വിവിധതരം പ്ലോട്ടുകളും ഉൾപ്പെടെയുള്ളവ ഇത്തവണയും ഈ ബോൺനത്താലയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. എന്തായാലും വളരെയേറെ ആവേശത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ആവേശം? എങ്ങനെയാണ്? എല്ലാവരും നല്ല ഉഷാറിലാണ്. എല്ലാം പോസിറ്റീവ്, അടിപൊളിയായിരിക്കും വിചാരിക്കുന്ന പ്രോഗ്രാം. എന്തായാലും എല്ലാ തവണയും ഉണ്ടാവാറുണ്ടോ? ഞാൻ ഉണ്ടാവാറുണ്ട് മാക്സിമം. ആദ്യമായിട്ടാണോ വേഷം കിട്ടും? ആദ്യമായിട്ടാണ് വേഷം എത്തിക്കണം. ഇങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കണേ. എവിടെന്നാ വരുന്നത്? എവിടെ? കുരിയച്ചട. നിരവധി ആളുകൾ, കുട്ടികളൊക്കെ സ്റ്റെപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് എങ്ങനെ ഇറങ്ങാനായി? തീർച്ചയായും ഇത് തന്നെയാണ്. ആവേശത്തിന് ഒട്ടും കുറവില്ല. എന്തായാലും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കളറാകും ബോൺനത്താലെ എന്നാണ് കരുതുന്നത്. രിഷോയി അങ്ങനെ ഒരുപാട് ആരവമുണ്ട്. കളർഫുള്ളാണ് തൃശ്ശൂർ. തൃശ്ശൂരിനറിയും സംബന്ധിച്ചോളം ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ലാത്ത നഗരമാണ്. ക്രിസ്മസിൻ്റെ വരവേൽക്കുകയും പിന്നീട് അതിൻ്റെ കൊടിയിറക്കത്തിൻ്റെ ആഘോഷങ്ങളുടെ കൂടി നിമിഷമാണ്. എത്രത്തോളം കുട്ടികളുടെ ആവേശം കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രത്തോളം എണ്ണം ആളുകൾ ഇറങ്ങുന്നു പാപ്പന്മാരായി എന്നുള്ളതാണ്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ തേടാം ലിഷോയി. ലിഷോയി ലിഷോയി ആഘോഷത്തിൻ്റെ നിർവൃതിയിലാണ് നഗരം. ഒരുപാട് പേര് ഇത്തവണ പാപ്പാമാരായി ഇങ്ങനെ വേഷമിട്ട് എത്തുന്നുണ്ട്. വലിയ ആഘോഷമാണ്, ആഘോഷ രാവിലാണ്, സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ ചോദിക്കാം. തീർച്ചയായും ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം പല വിധത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്കെല്ലാം ഈ ഒരു ആഘോഷം എങ്ങനെയാണ്? ഇത്തവണത്തെ ആഘോഷം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെയധികം സന്തോഷമാണ്, ഹാപ്പിയാണ്. ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ കാണാൻ പറ്റിയത്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞതിന് വളരെയധികം സന്തോഷമാണ്. പിന്നെ നമ്മൾ എല്ലാ ഭിന്നശേഷിക്കാരും ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല. എല്ലാവരും ഇതുവരെ പുറത്തിറങ്ങണം, ഇതുവരെ എല്ലാം കാണണം, പങ്കെടുക്കണം. ഒരുപാട് പേര് പറ്റാത്തവർ നിൽക്കട്ടെ, പറ്റുന്നവർക്ക് പങ്കെടുക്കാമല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം എന്നാണ് എൻ്റെ എല്ലാവരോടുള്ള ഒരു അപേക്ഷ. എല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കുക, എൻജോയ് ചെയ്യുക. പരമാവധി ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യം പരമാവധി നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബോൺനത്താലെ എന്ന് പറയുമ്പോൾ മതമില്ല, ജാതിയില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അല്ലേ ചേട്ടാ? നമ്മുടെ തൃശ്ശൂരത്തെ ബോൺനത്താലെ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെന്നാ വരുന്നത്? പാലക്കാട് നെന്മാറന്ന് ഇവിടേക്ക് വന്നിരിക്കുക. എന്തായാലും ഈ ചേട്ടൻ നെന്മാറന്നാണ് വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്ന് വരെ ബോൺനത്താലിൽ പങ്കെടുക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ടെന്നാണ്. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? അരിമ്പൂർ. കഴിഞ്ഞ തവണയൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ബോൺനത്താലേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ള ഒരു കാരണം? നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. തീർച്ചയായും ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും പുറത്തിറങ്ങും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരത്തിലേക്ക് തന്നെയാണ്, അതായത് സ്വരാജ് റൗണ്ടിലേക്കാണ് എല്ലാവരും തന്നെ എത്തുക. ആ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതോടുകൂടി ആ ഭാഗം, അതായത് ഏകദേശം സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത് തന്നെ 2 കിലോമീറ്ററോളം ഉണ്ട്. ആ റൗണ്ടിൽ പൂർണ്ണമായും ഈ ചുവപ്പ് വേഷം ധരിച്ച ക്രിസ്മസ് പാപ്പമാർ എങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങൾ, നമുക്ക് പുറത്തുള്ള ഒരുക്കങ്ങൾ കൂടി നമുക്കൊന്ന് കാണാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഹായ് ബോൺ നത്താലോ, ഹായ് മലപ്പുറം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് മലപ്പുറം, മലപ്പുറം, മലപ്പുറം എന്നാണ്, ഹാപ്പി ന്യൂ ഇയർ. മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെ വരുന്നുണ്ട്.